ഈ ഒരു ആയത്തുണ്ടല്ലോ, വശംസ തജ്രി എന്ന് തുടങ്ങുന്ന ഈ ഒരു ആയത്തിൽ അള്ളാഹു തആല പറയുന്നത് സൂര്യൻ അതിൻ്റെ സ്ഥിരമായിട്ടുള്ള സ്ഥാനത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു ശാസ്ത്രീയ സത്യം ശാസ്ത്രീയ ലോകം അംഗീകരിക്കുന്നത് ഈ അടുത്ത കാലം, കൃത്യമായിട്ട് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ശാസ്ത്രലോകം ഇത് അംഗീകരിക്കുന്നത് തന്നെ. പക്ഷേ നമ്മൾ മുസ്ലിമീങ്ങളായി നമ്മൾ ചിന്തിക്കേണ്ട കേസ് പറഞ്ഞാൽ, ഇത് 1400 വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു ആയത്ത് ഖുർആനിൽ പറയുമ്പോൾ ഒരാകാശ നിരീക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ഉപകരണമോ അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ലാത്ത കാലത്താണ് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായിട്ട് തന്നെ പറയുന്നത്. ഇന്ന് പല യുക്തിവാദികളും പറയുന്ന ഒരു വാദമാണ്, ഖുർആൻ എന്ന് പറയുന്നത് അത് മനുഷ്യനിർമ്മിതമാണ്. ഇതൊരു മനുഷ്യനിർമ്മിതമാണെന്ന് വെക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള ഒരു ആസ്ട്രോണമിക്കലായിട്ടുള്ള ഒരു ശാസ്ത്രീയ സത്യം എങ്ങനെ ഒരു ഉപകരണത്തിൻ്റെയും ഒരു സംവിധാനത്തിൻ്റെയും ഇന്ന് തന്നെ അതുകൊണ്ടാണ് കണ്ടെത്തി, അതായത് ഉപകരണത്തിൻ്റെയൊക്കെ സഹായത്തോടെയാണ് ഇതൊക്കെ ശാസ്ത്രലോകം കണ്ടെത്തി. എന്നാൽ ഇത് ഒരു ഉപകരണത്തിൻ്റെയോ ഒന്നിൻ്റെയും സഹായമില്ലാതെ എങ്ങനെയാണ് ഒരു മനുഷ്യനിത് കണ്ടെത്താൻ സാധിക്കുക?